നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. പുതിയ സഖ്യസാധ്യതകൾ തേടുകയാണ് BJP. ദക്ഷിണേന്ത്യ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ചുവടുറപ്പിക്കണമെങ്കിൽ BJPക്ക് ക്രിസ്തീയ സഭകളുടെ ഒരു പിന്തുണ ആവശ്യമാണ്. അതിനുള്ള ശ്രമങ്ങൾ BJP തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പതിവില്ലാത്ത വിധം നമ്മൾ കണ്ടതാണ് BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഈ ക്രിസ്തീയ സഭാധ്യക്ഷന്മാർക്കായി വിരുന്ന് നടത്തുന്നു. അതിനെ ചുവടുപിടിച്ചുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കൂടി നടത്തുന്നു. ഈ വിഷയമാണ് ഔട്ട് ഓഫ് ഫോക്കസ് ആദ്യം പരിശോധിക്കുന്നത്. പ്രമോദ് സർ, അതായത് നമുക്കറിയാം മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ഇങ്ങനെ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മറക്കാനുള്ള സമയമായിട്ടില്ല. ഈ ഒരു അവസരത്തിലാണ് പുതിയ സഖ്യ സാധ്യത തേടി BJP പോകുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ അത് എത്രത്തോളം ഫലപ്രദമായ ഒരു നീക്കമായിരിക്കും? BJPയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഫലപ്രദമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്യും എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ ഒറ്റത്തടിയായിട്ടുള്ള ഒരു സംഗതിയല്ല. അതിനകത്ത് പല തരത്തിലുള്ള അഭിപ്രായങ്ങളും ചേരിതിരിവുകളും ഒക്കെയുള്ളൊരു രൂപമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതിയായിട്ട് അതിന് വേണം കാണാൻ. ഇപ്പോൾ നേരത്തെ BJP കേരള കോൺഗ്രസ് എമ്മുമായി ചില സാധ്യതകൾ കെ എം മാണി ഉള്ള കാലത്ത് ചില സഖ്യസാധ്യതകളൊക്കെ ശ്രമിച്ചു നോക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് ഫലപ്രദമായി വന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ അതാണ് സഭാധ്യക്ഷന്മാർ അല്ലെങ്കിൽ തിരുമേനിമാർ, ബിഷപ്പുമാർ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിൽ പങ്കെടുക്കുന്നു. അത് ശരിയോ തെറ്റോ? അല്ലെങ്കിൽ അവിടെ അവർ ചെന്ന് മണിപ്പൂരിനെ കുറിച്ച് പറയുന്നില്ല, അത് ശരിയോ തെറ്റോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് അതിനേക്കാളൊക്കെ പ്രധാനം. അത് ഒരുപക്ഷെ അവരവിടെ പറഞ്ഞില്ല എന്നിരിക്കും. അവർ പോയത് ക്രിസ്മസ് വിരുന്നിനാണ്, പ്രധാനമന്ത്രി വിളിച്ചാൽ പോയെന്നിരിക്കും. അതൊക്കെ സംഗതി അങ്ങനെ. യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയുടെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് എന്താണെന്ന് ഒരു കാലത്തും ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അവർക്ക് ഒരിക്കലും ഒന്നുകിൽ അവർ മനസ്സിലാവുന്നില്ല എന്ന് അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ആക്രമണം അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ സംഘടിതമായ ആക്രമണങ്ങളെക്കുറിച്ച് അവർക്ക് യാതൊരു ബോധ്യവുമില്ല. ഈ മണിപ്പൂരിൽ നടന്നിരിക്കുന്ന സംഗതി എന്താണ്, അതെന്തുകൊണ്ടാണ് ഇത്രയധികം പ്രധാനമാവുന്നത്, രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ അത് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ഒരു വ്യക്തമായൊരു ബോധ്യം അവർക്കില്ല എന്നുള്ളതാണ്. അത് ക്രൈസ്തവ വിഭാഗത്തിന് നേർക്ക് മറ്റു പല കാരണങ്ങൾ കൊണ്ടുമൊക്കെ ഉണ്ടാകാവുന്ന പല വിഷയങ്ങളെപ്പോലെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കാര്യത്തിൽ അവർക്ക് പലപ്പോഴും സംശയങ്ങളുണ്ടാവാം. പലപ്പോഴും അത് പല വിഷയങ്ങൾ, ഇപ്പോൾ കേരളത്തിലാവട്ടെ ഈ 80-20 റിസർവേഷൻ യഥാർത്ഥത്തിൽ അത് അർഹതയില്ലാത്തതായിട്ട് പോലും അതിന് നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതിനെക്കുറിച്ച് ഉയർന്നു വന്ന വിവാദം, ഇതൊക്കെയാണ് മണിപ്പൂരുമായി താരതമ്യം ചെയ്യുന്നത് ചില ആളുകൾ അവരുടെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ അത് ഒരിക്കലും അവർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും പറയും. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ആ വലിയ സംഭവം ഉണ്ടായതിനേക്കാളുമൊക്കെ, അല്ലെങ്കിൽ അതിനെ തുടർന്ന് ഇങ്ങോട്ട് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ 2014 ശേഷം മാത്രം ഇന്ത്യയിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ സഭ നേതൃത്വവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സഭയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം നടന്നിട്ടുള്ള ആക്രമണങ്ങളുടെ എണ്ണം സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ 525 മേലെ ഉണ്ടെന്നാണ് ഈ കാലയളവിൽ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള വളരെ സംഘടിതമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അവർക്ക് അത് മനസ്സിലാവാതെ അവർ ഇത്തരം കാര്യങ്ങളിലൊക്കെ എപ്പോഴായാലും ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതാണോ പ്രധാന വിഷയം, പ്രധാനമന്ത്രി വിളിച്ചാൽ നമ്മൾ പോവേണ്ടതല്ലേ തുടങ്ങിയ ആർഗ്യുമെൻസുമായിട്ട് വരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ പെർസിക്യൂഷനാണ് നടക്കുന്നത്. ആ ഒരു സംഗതിയെക്കുറിച്ച് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഓർത്തഡോക്സ് പുരോഹിതൻ ഷൈജു കുര്യനോ അങ്ങനെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം BJPയിൽ പോയി ചേർന്നു. ശരി, BJPയിൽ പോയി ചേരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കെന്താ വെച്ചാൽ അത് കേവലമായ ഒരു പ്രക്രിയയാണെന്ന് ഇവർ സ്വയം വിചാരിക്കുകയാണ്. ഒരു പാർട്ടിയിൽ ചേരുക എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് വിചാരിക്കുകയാണ്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ എന്തുമാത്രം ന്യൂനപക്ഷ വിരുദ്ധമാണ് അവരുടെ കാഴ്ചപ്പാടുകൾ, എന്തുമാത്രം അതിന് മനഃപൂർവ്വം തന്നെ പല തരത്തിൽ ഈ വിഭാഗത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊന്നും മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, ഫാദർ ബാബു ഫ്രാൻസിസ് ഇവിടെ കണ്ണൂരിലുള്ള ഒരു ഫാദറാണ്. അദ്ദേഹം അലഹബാദിൽ ഇതുപോലുള്ള പ്രാർത്ഥനാ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുക,
തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യനെ അവിടെ വെച്ച് വേട്ടയാടി അദ്ദേഹത്തെ 83 ദിവസം ജയിലിലടച്ചു. പ്രയാഗ്രാജ് കോടതി 83 ദിവസം റിമാൻഡ് ചെയ്ത് ജയിലിലടച്ച് കുറ്റക്കാരനല്ലെന്ന് കണ്ടു വിട്ടയച്ചു. അവിടുത്തെ പരിവർത്തന നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. മാത്രമല്ല ഗൂഢാലോചന നടത്തിയെന്നോ ശ്രമത്തിനുള്ള ഒരു കുറ്റം കൂടി ചുമത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെയും മൂന്ന് ക്രൈസ്തവ വിശ്വാസികളെയും ജയിലിലടച്ചത്. അവരെ ഈ ഡിസംബർ 23-നാണ് വിട്ടയച്ചത്, 83 ദിവസത്തിന് ശേഷം. അപ്പോൾ ഇങ്ങനെയുള്ള നൂറുകണക്കിന് സംഭവങ്ങൾ രാജ്യത്തെമ്പാടും നടക്കുന്നുണ്ട്. ഇതിനെ ആ പേഴ്സ്പെക്റ്റീവിൽ മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയുക, ആ ഒരു ബൗദ്ധിക നേതൃത്വം യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയ്ക്ക് ഇപ്പോഴില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. അവർ രാഷ്ട്രീയ നിലപാടെടുക്കുകയോ അവർ ആരുടെ കൂടെ പോവുകയോ ഒക്കെ ചെയ്തോട്ടെ, പക്ഷേ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ അവരുടെ ആ വിശ്വാസി സമൂഹത്തോട് കാണിക്കുന്ന ഒരു വലിയ വഞ്ചനയുണ്ട്, വലിയ ചതിയുണ്ട്. അത് അങ്ങേയറ്റം ദയനീയമായൊരു കാഴ്ചയാണ്. നിഷാദ്, അതായത് ഈ BJPയുടെ ഒരു പൊളിറ്റിക്സ് മനസ്സിലാക്കാനുള്ളൊരു ജാഗ്രത കുറവ് ഈ സഭാ അധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതിനപ്പുറം ഒരു ഭരണത്തണലിൽ നിന്നുകൊണ്ട് ആനുകൂല്യം പറ്റാനുള്ളൊരു ശ്രമം കൂടിയാണെന്നുകൂടി ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. രണ്ടാമത്തേതാണ് ജിൽസി സാധ്യത കൂടുതൽ. ഇന്ത്യയിലെ സംഘപരിവാരം, ഹിന്ദുത്വ ഐഡിയോളജി ക്രിസ്ത്യാനികൾക്കെതിരാണ് എന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരല്ല ഇന്ത്യയിലെ ക്രൈസ്തവ പൗരോഹിത്യം അല്ലെങ്കിൽ അവരുടെ സഭാ നേതൃത്വം. മറിച്ച് ക്രൈസ്തവ പൗരോഹിത്യത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലെ, ഇന്ത്യയിലെ, അവരെ സംബന്ധിച്ച് അവരെപ്പോഴും തങ്ങളുടെ അജഗണങ്ങൾക്ക് നേരെ നടക്കുന്ന വംശഹത്യാ പദ്ധതികളോട് പൊളിറ്റിക്കലായ പൊസിഷൻ എടുക്കുന്നതിൽ വൈമുഖ്യമുള്ളവരാണ്. എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയം നമുക്ക്, നമ്മുടെ വിശ്വാസത്തിന്, വിശ്വാസധാരയ്ക്ക്, വിശ്വാസഗണത്തിന് എതിരാണ് എന്നവർക്ക് നന്നായി അറിയാം. പക്ഷേ അതിനോടൊരു പൊളിറ്റിക്കൽ പൊസിഷൻ ഒരിക്കലും എടുക്കാൻ അവർ സന്നദ്ധരല്ല. ഇപ്പം നേരത്തെ ഗ്രഹാം സ്റ്റെയിൻ്റെ കാര്യം സാർ പറഞ്ഞു. ഏറ്റവും ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളിലൊന്നാണ് ഒരു പുരോഹിതനെ വണ്ടിക്കകത്തിട്ട് കുടുംബം അടക്കം കത്തിച്ചു കളയുക. കാന്തമാൽ നമുക്കറിയാം, ഒരു സന്യാസി കൊല്ലപ്പെട്ടു. ആ സന്യാസിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേരും കൊല്ലപ്പെട്ടത് മാവോയിസ്റ്റ് ആക്രമണത്തിലാണ് എന്ന് സർക്കാർ തന്നെ സംശയിക്കുന്ന ഘട്ടത്തിൽ അത് ക്രിസ്ത്യാനികളുടെ തലയിൽ കെട്ടിവെച്ച് 400ഓളം പള്ളികൾ തകർത്തു. 10,000-ഓളം വീടുകൾ കൊള്ളയടിക്കുകയോ കത്തിക്കുകയോ ചെയ്തു. ഒരു കന്യാസ്ത്രീയെ നഗ്നയാക്കി ബലാത്സംഗം ചെയ്തു. നമുക്കറിയാവുന്ന അനുഭവങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ ഒരു പിതാവിൻ്റെ ഒരു ഫാദറിൻ്റെ അനുഭവം പറഞ്ഞു. സ്റ്റാൻ സ്വാമിയെ ജയിലിലിട്ട്, അദ്ദേഹം പാർക്കിൻസൺസ് രോഗബാധിതനായ മനുഷ്യൻ, എന്താ ചെയ്തത്? കുറ്റം, അടിസ്ഥാന വർഗ്ഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ജയിലിലിട്ട് ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ജയിലിൽ കിടന്ന് മരിച്ചുപോയി. ഇപ്പോൾ മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ വിവിധ BJP സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള നിയമത്തിൻ്റെ ഏറ്റവും വലിയ കെടുതി അനുഭവിക്കുന്നത് ഈ സൊസൈറ്റിയാണ്. എന്ന് വെച്ചാൽ കർണാടകയിൽ നിന്നും പലയിടത്തും സൺഡേ പ്രാർത്ഥനകൾ പോലും, പരസ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ പോലും അവർ ഒഴിവാക്കി. അവിടെയുള്ള ബിഷപ്പ് നിരന്തരമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികൾക്കും അവരുടെ അതിജീവനത്തിനെതിരായിട്ടുള്ള ഒരു വലിയ പദ്ധതി അരങ്ങേറുന്നു. അവസാനത്തെ ഉദാഹരണം എന്താണ്? മണിപ്പൂരിൽ നടന്ന വലിയ വംശഹത്യയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കാൻ 83 ദിവസം എടുത്തു. നഗ്നരാക്കപ്പെട്ട 2 യുവതികളുടെ ചിത്രം ലോകം കണ്ടപ്പോൾ ഇനി പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന സമ്മർദ്ദഘട്ടത്തിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അദ്ദേഹം ലോക്സഭയിൽ മറുപടി പറഞ്ഞപ്പോൾ എടുത്തിട്ടുള്ള സമീപനം നമ്മൾ കണ്ടു. അപ്പോൾ ഈ പരിപാടി ഞങ്ങൾക്കെതിരാണ്, ഞങ്ങൾക്കിവിടെ സ്വസ്ഥമായി ജീവിച്ചു പോകാൻ കഴിയില്ല എന്നിവർക്ക് നന്നായി അറിയാം. ഇത്രയും അനുഭവങ്ങളുടെ ഒരു വലിയ പാരമ്പര്യം ഉള്ളപ്പോൾ പോലും പക്ഷേ ഒരു പൊസിഷൻ എടുക്കാൻ, ഹിന്ദുത്വത്തിനെതിരെ ഒരു പൊസിഷൻ എടുക്കാൻ അവർ തയ്യാറല്ല. അതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് എടുക്കാൻ കഴിയുന്നില്ല? സഭയുടെ നേതൃത്വം ഈ സഭയെ ഒരു കേവലമായ ഒരു മതവിശ്വാസ സംഘവുമായിട്ടല്ല, അതിനൊരു സ്ഥാപനമായിട്ടാണ് അവർ കാണുന്നത്. ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് സ്റ്റേറ്റുമായി ഒരു മെച്ചപ്പെട്ട ബന്ധം അനിവാര്യമാണ്. എന്ന് വെച്ചാൽ അവർക്ക് വിദേശ ഫണ്ടിങ്ങുണ്ട്, 100 കണക്കിന് 1000 സ്ഥാപനങ്ങൾ അവർക്ക് ഇന്ത്യയിലുണ്ട്. അത് നടന്നു പോകുന്നതിന് സ്റ്റേറ്റിൻ്റെ സഹായം ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ കോടിക്കണക്കിന് പക്ഷേ അറ്റാക്ക് ചെയ്യപ്പെടുകയോ, ആ സ്ഥാപനങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നു, പള്ളികൾ ആക്രമിക്കപ്പെടുന്നു, അവരുടെ സ്ഥാപനങ്ങൾക്കെതിരെ വലിയ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്ന യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ഈ FCRA ലൈസൻസിൻ്റെ കാര്യമായാലും കൊള്ളാം, അല്ലെങ്കിൽ ഈ സ്കൂളുകളും കോളേജുകളും നടത്തുന്ന കാര്യമായാലും കൊള്ളാം, വിവിധ തരത്തിൽ കോടാനുകോടി രൂപയുടെ ഇടപാടുകൾ ഇവർ നടത്തുന്നുണ്ട്. ആ ഇടപാടുകൾ സംരക്ഷിക്കപ്പെടണം. ഇപ്പോൾ കേരളത്തിൽ നിന്നൊരു ഇപ്പോഴത്തെ ഒരു കർദിനാൾ മോദി, അതായത് UPA സർക്കാർ വീണ് മോദി അധികാരത്തിൽ വന്ന ഉടനെ പൂച്ചെണ്ടുമായി നേരെ പോയി മോദിയെ കണ്ട് പൂച്ചെണ്ട് കൊടുത്ത് ഞങ്ങൾ ഇനി നിങ്ങൾക്കൊപ്പം എന്ന സന്ദേശം കൈമാറി പുറത്തിറങ്ങി വന്ന് അടുത്ത 5 വർഷം ഞങ്ങൾക്ക് പിന്നെ ഒരു പ്രധാനമന്ത്രി വേണ്ടേ എന്ന ചോദ്യം ചോദിച്ച് മുഴുവൻ ചോദ്യങ്ങളെ അദ്ദേഹം റദ്ദാക്കി കളഞ്ഞു. അപ്പോൾ അവരുടെ ലക്ഷ്യം, നേരത്തെ സാറ് പറഞ്ഞു, ഈ പറയുന്ന വംശീയമായ അതിക്രമങ്ങൾ എന്തുകൊണ്ട് ഇവർക്ക് പിടികിട്ടുന്നുണ്ട്? പിടികിട്ടാഞ്ഞിട്ടല്ല, അവരുടെ ലീഡർഷിപ്പ് എപ്പോഴും ചിന്തിക്കുന്ന എന്താണ്? നമുക്ക് ഈ സ്ഥാപനം എന്ന നിലയ്ക്ക്, ഒരു സഭ എന്ന സ്ഥാപനം നിലനിന്ന് പോകുന്നതിന് അതത് ഭരണകൂടങ്ങളുമായി നല്ല ബന്ധം ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് റബ്ബറിന് വില കൂട്ടി തന്നാൽ നിങ്ങൾക്കൊരു MP യെ തരാമെന്ന ഒരു ബിഷപ്പ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധമില്ലായ്മ കൊണ്ടല്ല,
ആ രാഷ്ട്രീയത്തെക്കാൾ വലുതാണ് വേറെ ചില ഏർപ്പാടുകളെന്ന് വിചാരിക്കുന്നു എന്നതുകൊണ്ടാണ്. ഇപ്പോൾ അവരെപ്പോഴാണ് സംസാരിച്ചുള്ളത് ഈ പറയുന്ന ഈ എന്താ പറയുക അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് നേരെ വലിയ ആക്രമണം നടക്കുമ്പോൾ ഇവർ സംസാരിക്കുന്നുണ്ടോ? അവർ KCBCയോ വല്ലപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയാലായി. ഈ രാജ്യത്താകമാനം ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം, ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ മാത്രം ആക്രമിക്കപ്പെടുമ്പോൾ അവർ ആ നിലയ്ക്കുള്ളൊരു പൊസിഷൻ എടുക്കുന്നത് നമ്മൾ കാണുന്നതേ ഇല്ല. മണിപ്പൂരിലെ സംഭവം എന്താണ്? മണിപ്പൂരിൽ ലോകമാകെ മണിപ്പൂരിനെ കുറിച്ച് വേദനിക്കുന്നു. അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് സംസാരിക്കേണ്ടി വരുന്നു എന്ന നിർബന്ധിതാവസ്ഥ വന്നപ്പോഴാണ് മണിപ്പൂരിൻ്റെ കാര്യത്തിൽ അവരൊരു പൊസിഷൻ എടുക്കുന്നത്. അല്ലെങ്കിൽ ഈ ഉത്തരേന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന, കർണാടകയിൽ ആക്രമിക്കപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യന്മാരെക്കുറിച്ച് അങ്ങനെ സീരിയസ് ആയിട്ടുള്ള കൺസേൺ മുന്നോട്ട് വെക്കുന്നവരല്ല അവർ ഈ സമീപകാലത്ത് എടുക്കുന്നതാണ് ഇല്ലാത്ത ലവ് ജിഹാദിനെ ചൊല്ലി ആശങ്കപ്പെടുകയും അതിങ്ങനെ കുർബാന പ്രസംഗങ്ങൾ നിരന്തരം പറയുകയും അതിനെക്കുറിച്ച് വേവലാതിപ്പെടുകയും എന്നാൽ ഉള്ള ആക്രമണങ്ങൾ, വംശീയമായ ഉന്മൂലന പദ്ധതികളോട് തന്ത്രപരമായ മൗനം അവലംബിക്കുകയും ചെയ്യുകയാണ്. ഈ ഇരട്ടത്താപ്പിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുള്ളത്, ഇപ്പോൾ നരേന്ദ്രമോദിയെ കാണാൻ പോകുന്നതും നരേന്ദ്രമോദിയോടൊപ്പം ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കുന്നതും അതിൻ്റെ ടോപ്പ് ലീഡർഷിപ്പിലുള്ള സഭ എന്ന സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാത്രമാണ്. സഭ ഒന്നാകെ പോകലല്ല, ക്രിസ്ത്യൻ മതവിഭാഗം ഒന്നാകെ പ്രധാനമന്ത്രിയെ പോയി വണങ്ങിയെന്നല്ല. സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും ബിനോയ് വിശ്വം പറഞ്ഞ പോലെ അവിടെ പോകുമ്പോൾ മണിപ്പൂരിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ അജഗണങ്ങളുടെ സംരക്ഷണത്തിന് സർക്കാരിൻ്റെ സവിശേഷമായ ശ്രദ്ധ ഉണ്ടാവണമെന്ന് പറയേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ്. അവരത് പറയില്ല, അവരത് പറയാൻ പോകുന്നവരല്ല. അപ്പോൾ ഈ നമ്മൾ കാണേണ്ട കാര്യം, ഈ പോയിട്ടുള്ള ആളുകൾ മുഴുവൻ ഇന്ത്യയിലേക്ക് കേരളത്തിലെയും ക്രിസ്ത്യാനികളല്ല, മറിച്ച് അതിൻ്റെ ലീഡർഷിപ്പുള്ള ആളുകളാണ് പോയിട്ടുള്ളത്. ലീഡർഷിപ്പുള്ള ആളുകൾക്ക് പലതരം താല്പര്യങ്ങളും പലതരം ബാന്ധവങ്ങളും ആവശ്യമുണ്ട്. കേരളത്തിലെ ആളുകൾ മുഴുവൻ അങ്ങനെ പോകുന്നില്ല. നമുക്കറിയാം തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടന്നപ്പം എന്തായിരുന്നു ഇവിടെ ഈ പറയുന്ന കാസ പോലെയുള്ള മതവിഷ സംഘങ്ങളുടെ ബഹളം. എന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള റിഫ്ലക്ഷൻ ഉണ്ടായോ? അല്ലെങ്കിൽ അതിനുശേഷം കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് എടുത്തു നോക്ക്, ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന എന്താണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് എടുത്തു നോക്ക്. ഇപ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളെ ഹിന്ദുത്വവൽക്കരിക്കാൻ, ക്രിസ്ത്യാനികളെ വലതുപക്ഷക്കാരാക്കാൻ, ക്രിസ്ത്യാനികളെ വർഗീയവാദികളാക്കാൻ നടത്തുന്ന കാസ ശ്രമിക്കുന്നു, ടോപ്പിലിരിക്കുന്ന വേറെ ചില ആളുകളും ശ്രമിക്കുന്നു. ബട്ട് അങ്ങനെ ഒരു പടർച്ച അവർക്കിടയിലേക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. മണിപ്പൂരിനെക്കുറിച്ച് വേവലാതിപ്പെടുന്ന മനുഷ്യർ, അതിജീവനത്തെക്കുറിച്ച് ആശങ്കയുള്ള മനുഷ്യർ, ഹിന്ദുത്വ രാഷ്ട്രീയം നമ്മളുടെ ബഹുസ്വര ആശയത്തെ തകർക്കുമെന്ന് ആശങ്കപ്പെടുന്ന മനുഷ്യർ, അവരാണ് ഇപ്പോഴും ഇതിനകത്ത് കൂടുതൽ. അതുകൊണ്ട് മുകളിൽ ടോപ്പ് ലെയറിലിരിക്കുന്ന അച്ഛന്മാർ നടത്തുന്ന എന്താ പറയുന്നത് ഇത്തരം ബിസിനസ് ഇടപാടുകൾ എന്നത് ക്രിസ്ത്യാനികളായ മുഴുവൻ ആളുകളുടെയും ഒരു റിഫ്ലക്ഷനാണ്, നിലപാടിൻ്റെ റിഫ്ലക്ഷനാണെന്ന് കരുതുകയേ വേണ്ട. ഇനി ഒരു കാലത്തും ഞാൻ വിചാരിക്കുന്നില്ല ഹിന്ദുത്വത്തിനെതിരെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കും, ഇവർ ഞങ്ങളെ വംശീയമായി തകർക്കാൻ പറ്റുന്നത്, ഇവരുമായിട്ട് ഞങ്ങൾക്കൊരു കൂട്ടുമില്ല എന്ന ഒരു അസന്നിഗ്ധമായ പ്രസ്താവന ഒരു കാലത്തും നിങ്ങൾ ഈ സഭയുടെ തലപ്പത്ത് നിന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. അവരത് ചെയ്യില്ല. അതിന് ഈ പറയുന്ന കാരണങ്ങളുണ്ട്. അവർ ഈ ചെയ്തു കൂട്ടുന്നത് മുഴുവൻ അവരുടെ വിശ്വാസികളായിട്ടുള്ള അവരുടെ അണികളുടെ നിലപാടിൻ്റെ പ്രതിഫലനമല്ല. ഈ രണ്ട് കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു.